സ്ത്രീകൾക്ക് എസ്പെഷ്യലി ഹൗസ് വൈഫ്സിന് വെയിറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൽ നിന്ന് ഒരു സ്ത്രീയെ തടയുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ സ്ത്രീകൾ എന്തിന് വെയിറ്റ് ലോസ് ചെയ്യണം, ഒരു വെയിറ്റ് ലോസ് ജേണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആകണം, എസ്പെഷ്യലി ഹൗസ് വൈഫ്സ് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡയറ്റ് നമ്മൾ ജനറലായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ശരീര ഘടനയ്ക്കനുസരിച്ചുള്ള ഡയറ്റായിരിക്കും വേണ്ടി വരുന്നത്. അത് നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഓവർ വെയ്റ്റ് ആയാലും ഓവറായിട്ട് മെലിഞ്ഞിരുന്നാലും പണ്ടൊക്കെ ആളുകൾക്കൊരു ഷെയിം തോന്നുമായിരുന്നു. എന്നാലും അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ബോഡി ഷെയിമിങ്ങിനോടൊക്കെ സ്ത്രീകൾ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ അപ്പിയറൻസിനേക്കാൾ ഉപരി ആ ഒരു വെയ്റ്റിൽ നമ്മൾ ഹെൽത്തി ആണോ എന്നുകൂടി ശ്രദ്ധിക്കുക. നല്ല വെയിറ്റ് ഉണ്ട്, ബട്ട് നമ്മൾ ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റ് ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ നോർമലാണ് എങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സെയിം ടൈം നിങ്ങൾക്ക് നടക്കാനും ഇരുന്നിട്ട് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ ബ്ലഡ് വാല്യൂസൊക്കെ ഓൾട്ടേർഡായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കണം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എസ്പെഷ്യലി ഹൗസ് വൈഫ്സ് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ ശ്രദ്ധിക്കും. എന്നിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റാറില്ല എന്നാണ് പലരും പറയാറ്. അതിന് അധികം പേരും പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതെങ്ങനെ നമുക്ക് അതിനെ മാറ്റി ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് എൻ്റർ ആകാമെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെയും ജോലിയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്ന റീസൺ. ശരിയാണ്, സ്ത്രീകൾ ഹൗസ് വൈഫ്സ് ആയാലും ശരി, വർക്കിംഗ് വുമൺ ആയാലും ശരി, രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി ഉറങ്ങുന്നത് വരെയും ജോലിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ടയേർഡായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ഷീണം കാരണം കിട്ടുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യണോ അതോ വർക്കൗട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് സ്ത്രീകളെ തടയുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ നാട്ടിലെ മറ്റൊരു രീതി പറയുന്നത്. ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആഹാരം കഴിച്ചതിന് ശേഷമായിരിക്കും മിക്ക വീട്ടമ്മമാരും ആഹാരം കഴിക്കുന്നത്. പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവർ എപ്പോൾ കഴിക്കുന്നോ അതിനുശേഷം, ഇപ്പോൾ ലേറ്റ് നൈറ്റ് ആയാലും ചിലപ്പോൾ 10 മണി 11 മണി 12 മണിക്കൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഓരോ വീട്ടമ്മമാരും ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഈ 3 നേരത്തെ ആഹാരക്രമത്തിൽ ഏതെങ്കിലുമൊക്കെ ഇതിനിടയിൽ സ്കിപ്പായിട്ടുണ്ടാകും. ഇതിൻ്റെ ഫലമായിട്ട് അൾസർ, ദഹനക്കേട് മുതലായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി അടുത്തൊരു കാരണം പറയുന്നത് ഞങ്ങൾ ഫുൾ ടൈം വർക്കിംഗ് ആണ്, ഒന്നിനു പുറകെ ഒന്നായി ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ പ്രത്യേകിച്ച് ഒരു വർക്കൗട്ടിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എക്സർസൈസ് ഉണ്ടാകുന്നില്ല. അത് വ്യത്യാസം പറഞ്ഞുതരാം. പണ്ട് കാലത്ത് നമ്മൾ അരകല്ലിലോ അമ്മിക്കല്ലിലോ ഒക്കെ അരയ്ക്കുമ്പോൾ അത് ബോഡിക്കൊരു എക്സർസൈസാണ്. എന്നാൽ ഇപ്പോഴും നമ്മളത് മിക്സിയിലാണ് ചെയ്യുന്നത്. അത് മിക്സിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്ത് നിന്നത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് എക്സർഷനൊന്നും ഉണ്ടാകുന്നില്ല, നമ്മളവിടെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കുറേ നേരമൊക്കെ നിന്ന് ചെയ്യുന്നതിനാൽ നമ്മളെ ബോഡിക്കും മൈൻഡിനും ഒക്കെ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റിലീഫിന് തന്നെ വർക്കൗട്ട് മസ്റ്റായിട്ടും ചെയ്യണം. റെഗുലറായി ചെയ്യുന്ന ഈ ജോലികൾ വെയിറ്റ് കുറയ്ക്കാൻ മതിയാകും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് കുറച്ച് പേർക്കെങ്കിലുള്ള മറ്റൊരു ശീലമാണ് ഫുഡ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് കഴിക്കുന്നത്. അത് ചിലപ്പോൾ അധികമാകാം, ചിലപ്പോൾ കുറവാകാം. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മറ്റാരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു പേരിന് ഇത് കഴിച്ച് നമ്മൾ വയറിനെ സമാധാനപ്പെടുത്തും. തൽക്കാലം വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ബാക്കി എന്താണോ ഉള്ളത് അത് കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മെയിനായിട്ട് പറയുന്നൊരു കംപ്ലയിൻറ്റാണ് ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിനൊക്കെ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, വിശപ്പടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് രോഗാവസ്ഥകളുടെ പാരമ്പര്യമൊന്നും ഇല്ലാത്തവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇതും വെയിറ്റ് ലോസിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. ഇതൊന്നെങ്കിൽ ആവശ്യത്തിന് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികമായിട്ട് കഴിക്കുക. ഇതൊക്കെ വെയിറ്റ് ഗെയിന് കാരണമാകുന്ന കാരണങ്ങളാണ്. ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ മടിക്കുന്നവരാണ് അടുത്ത കൂട്ടർ. അപ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, ഇത് എന്തൊരു വണ്ണമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് കുറയ്ക്കെന്നൊക്കെ പറയും. എന്നാൽ ഇനി വണ്ണം കുറച്ചാൽ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ, എന്തൊരു കോലമാണെന്നൊക്കെ തിരിച്ചും ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും മടുത്തിട്ട് നമ്മൾക്കിങ്ങനെ ഒരു തോട്ട്സൊക്കെ വരും. എനിക്ക് ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ 2 കുട്ടികളുടെ അമ്മയായില്ലേ, ഇത്രയൊക്കെ മതിയെന്നുള്ളൊരു തോട്ട്സ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കുക. നിങ്ങളുടെ വെയിറ്റിൽ നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഹെൽത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഒരു 5 ഡേയ്സിനുള്ളിൽ ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വർഷത്തെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ നമ്മുടെ ബോഡിയുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ളതാവട്ടെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്ന്
ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് നമുക്ക് എങ്ങനെ എൻ്റർ ആകാം? അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളൊരു തീരുമാനമെടുക്കുക. എൻ്റെ ബോഡി ഞാനത് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും, അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്രിപ്പയർഡാണ്. അങ്ങനെ സ്വയം നമ്മൾ പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ്. ഇനി വീട്ടമ്മമാർക്ക് വേണ്ടി വരുന്ന മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. എപ്പം നമ്മളിത് ചെയ്യും, അതൊരു വിഷയമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ട കാര്യങ്ങൾ, വീട്ടിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആ വീക്കിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ നമുക്ക് മറ്റെന്തെങ്കിലും ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്താലേ ശരിയാകുമെന്ന് വിചാരിക്കാതെ ഷെയർ ചെയ്യുക, പാർട്ട്ണറോട് ഷെയർ ചെയ്യുക. കുട്ടികൾ മുതിർന്നവരാണെങ്കിൽ അവർക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് വെയിറ്റ് ലോസ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിറങ്ങി പുറപ്പെടാതെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 70കളിലെ 80കളിലൊക്കെ ജനിച്ചവരെ സംബന്ധിച്ച് അവർക്കാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജങ്ക് ഫുഡൊന്നും അധികം ഉണ്ടായിരുന്നൊരു കാലഘട്ടമല്ല. ഗുഡ് ക്വാളിറ്റി ഫുഡ്, അതുപോലെ തന്നെ നന്നായിട്ട് വെയിൽ അവർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കളിച്ച് വളർന്നവരായിരിക്കും, ബോഡിക്ക് നല്ല എക്സേഷനൊക്കെ ഉണ്ടായിട്ട് കളിച്ച് വളർന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ മിഷനറീസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് വീട്ടുജോലികളിൽ ഇതുപോലെ എക്സേർട്ട് ചെയ്തിരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു 45+ അവർ ഹെൽത്തി ആയിരിക്കും. എന്നാൽ 90കൾക്ക് ശേഷം ജനിച്ചവർ, അവരെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 25 വയസ്സിന് ശേഷം അവർ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ബോഡി അവർ ശ്രദ്ധിച്ച് തുടങ്ങിയാലേ പറ്റുള്ളൂ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ഒരു ടിപ്പാണ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും മൂവ്മെൻറ്റ്, ശരീരത്തിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുക. പയ്യെ നടന്നുകൊണ്ടൊക്കെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. മടി പിടിച്ച് അലസത പിടിച്ച് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കുക, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ വെറുതെ അങ്ങനെ കിടക്കുക ഒന്നും ചെയ്യാതെ ശരീരത്തിന് എപ്പോഴും ഒരു മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇതിന് സ്വയം പ്രിപ്പയർഡായി ഒരു തീരുമാനമെടുത്ത് അതിൽ സ്റ്റേണായിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് സമയത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസങ്ങളൊരു 10 മിനിറ്റ്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പോകെ അത് പതുക്കെ 15 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ ഈ 10 മിനിറ്റ് ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ ചെയ്യുക. ചെറിയ സ്ട്രെച്ചസ്, അതുപോലെ നടക്കുക. ആ നടത്ത പിന്നീട് ജോഗിങ്ങിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുക. അതുപോലെ ഡയറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ, ചോറ് ഇതൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിവാക്കാതെ പതിയെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുക, പതിയെ കുറച്ച് കൊണ്ടുവരിക. ഈ പറഞ്ഞ പോലെ നമ്മൾ ചായ കുടിക്കരുത്, കോഫി കുടിക്കരുതെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം ശീലമായിട്ടുള്ളവർ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ക്ഷീണമൊക്കെ പറയുന്നവരാണെങ്കിൽ നമ്മൾ ഈ എക്സർസൈസൊക്കെ പതുക്കെ ചെയ്തു തുടങ്ങുമ്പോൾ, എക്സർസൈസ് എന്ന് പറയുമ്പോൾ ശരീരം വേദനിക്കുന്ന തരത്തിലുള്ള എക്സർസൈസുകളിലേക്കൊക്കെ നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ക്ലിയർ ആവുകയും അതുപോലെ തന്നെ നമുക്ക് പിന്നീട് പോകെ ഒരു എനർജി ഫീൽ ചെയ്യാനായിട്ടും തുടങ്ങും. സോ ആവശ്യമില്ലാത്ത ഒരു അലസതയും ടയേർഡ്നെസ്സും ഒക്കെ മാറ്റിവെച്ചിട്ട് പുതിയൊരു വർഷം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പുതിയ തീരുമാനങ്ങളോട് കൂടിയിട്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുക. ദയവേത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫേക്കായിട്ടുള്ള ജ്യൂസുകൾ, അപ്പോൾ അങ്ങനത്തെയുള്ള കുറേ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫേക്കായിട്ടുള്ള ജ്യൂസുകളൊന്നും വാങ്ങി കുടിക്കാതിരിക്കുക. ആൻഡ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി പ്ലാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ളവർ, ഇപ്പം നമ്മൾ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, നമ്മൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും.